നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പട്ടാഴി ക്ഷേത്രത്തിൽ ദർശനം നടത്താനെത്തിയപ്പോൾ 2 പവന്റെ മാല നഷ്ടമായ മങ്ങാട്ട് വീട്ടിൽ സുഭദ്രയ്ക്ക് സ്വന്തം വളകൾ ഊരി നൽകി പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിൽ നിന്നും ഒരു സ്ത്രീ അപ്രത്യക്ഷയായിരുന്നു. ആ നന്മയുള്ള സ്ത്രീത്വം ആരെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാട്ടുകാർ. അങ്ങനെ തിരഞ്ഞപ്പോൾ എത്തപ്പെട്ടത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. മരുത്തോർവട്ടം സ്വദേശിയും അന്തരിച്ച മോഹനൻ വൈദ്യരുടെ ഭാര്യയുമായ ശ്രീലതയാണ് വലിയ മനസ്സിനുടമ എന്ന് മാധ്യമങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ വിസമ്മതിച്ച ശ്രീലത ഏറെ നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് സംസാരിച്ചു പോലും തുടങ്ങിയത്. കണ്ണിന് ഭാഗികമായി മാത്രം കാഴ്ചയുള്ള ശ്രീലത ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് പട്ടാഴി ക്ഷേത്രത്തിലേക്ക് പോയത്. ഒരാൾ ദേവിക്ക് മുന്നിൽ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വളകൾ ഊരി നൽകിയത്. താൻ ചെയ്തത് അത്ര വലിയ മഹത്തായ കാര്യമായിട്ടൊന്നും ശ്രീലത കരുതുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കുംഭതിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തൊഴാനെത്തിയപ്പോഴാണ് സുഭദ്രയുടെ 2 പവന്റെ മാല നഷ്ടപ്പെട്ടത്. ഇതോടെ അവിടെ ഉണ്ടായിരുന്ന അജ്ഞാത സ്ത്രീ 2 വളകൾ സമ്മാനിച്ചു. വള വിറ്റ് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് മാല വാങ്ങി ക്ഷേത്രനടയിലെത്തി പ്രാർത്ഥിച്ച ശേഷം കഴുത്തിലിടണമെന്നും ഇവർ പറഞ്ഞിരുന്നു. മാല നഷ്ടപ്പെട്ട സുഭദ്രയ്ക്ക് തന്നെ സഹായിച്ച സ്ത്രീ ആരെന്ന് തിരിച്ചറിയാനുമായില്ല. ഇത് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. തുടർന്ന് നാട്ടുകാരിൽ ചിലതാണ് ഇത് ശ്രീലതയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അതേസമയം ആ അജ്ഞാത സ്ത്രീ പറഞ്ഞത് പ്രകാരം സുഭദ്ര പട്ടാഴി ക്ഷേത്ര സന്നിധിയിൽ വീണ്ടും എത്തി വളകൾ വിറ്റുവാങ്ങിയ 2 പവൻ വരുന്ന സ്വർണ്ണമാല ശ്രീകോവിലിന് മുന്നിൽ പ്രാർത്ഥനാപൂർവ്വം ഭക്തജനങ്ങളെ സാക്ഷിയാക്കി സ്വന്തം കഴുത്തിലിടുകയും ചെയ്തു. ദേവിക്ക് സ്വർണ്ണപ്പെട്ട് കാണിക്കയായി അർപ്പിച്ച ശേഷമായിരുന്നു പുത്തൻമാല ധരിച്ചത്. ഏതായാലും മോഹനൻ വൈദ്യർ ആരാണെന്ന് നമുക്കറിയാം. മോഹനൻ വൈദ്യർ അയാളുടെ പാരമ്പര്യ ചികിത്സയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിന് അദ്ദേഹം പോലീസിന്റെ കസ്റ്റഡിയിൽ പോലുമായി. അതിനുശേഷം അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. കോവിഡ് ബാധിച്ചാണ് മരണമെന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. എന്നാലും അതിലും വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഏതായാലും മോഹനൻ വൈദ്യർ മുന്നോട്ട് വച്ചിരുന്ന പാരമ്പര്യ വൈദ്യശാസ്ത്രത്തെ പലരും എതിർത്തിരുന്നു എന്നത് സത്യം തന്നെയാണ്. ഏതായാലും മോഹനൻ വൈദ്യരുടെ ഭാര്യയാണ് ഇത്തരത്തിലൊരു സത്കർമ്മം ചെയ്തത്. അവർ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ വിഷമിക്കുന്നവരുടെ ആ ഒരു വിഷമം മനസ്സിലാക്കിക്കൊണ്ട് താൻ പുറത്തു പോലും പേര് പോലും പറയാതെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താതെ അവിടെ നിന്ന് പോന്നു എന്നുള്ളത് ഒരു മാതൃക തന്നെയാണ്. അവരൊരു മഹത്തായ ഒരു മാതൃക തന്നെയാണ് അവരുണ്ടാക്കിയത്. താൻ കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അറിയാൻ പോലും അവർക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് മാധ്യമങ്ങൾ ചെന്നപ്പോഴും വളരെ നിർബന്ധിച്ച ശേഷം കൗൺസിലർ അടക്കമുള്ളവർ നിർബന്ധിച്ച ശേഷമാണ് അവർ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.